ദൈവാതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 14 അധ്യായം 12 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോശുവ 14:12. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിനുശേഷം ഒരു ജാതി മുഴുവനും, ഒരു തലമുറ മുഴുവനും പോയി. അതിനുശേഷം യോശുവയും കാലേബും മാത്രം യോർദാൻ കടന്നു. യോർദാൻ കടന്നതിന് ശേഷം ഏതാണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥലം വീതം വെക്കുന്ന സമയത്ത് യോശുവയോട് കാലേബ് പറയുന്ന ഒരു വാക്യമായത്, ആ മല എനിക്ക് തരിക, അത് യഹോവ മോശയും അരുളി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിടിച്ചടക്കിക്കോളാം. നമുക്കറിയാം കാലേബിൽ വെച്ച് നടന്ന സംഭവം. 12 ഒറ്റുകാർ പോയി. ആ 12 പേരിൽ 10 പേര് അവിശ്വാസം പറഞ്ഞു. അവർ മുഴുവനും അവിടെ തന്നെ മണ്ണടിഞ്ഞു. പക്ഷേ അന്ന് കാലേബിനോട് യഹോവയായ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. സംഖ്യാപുസ്തകം 14:24. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ എൻ്റെ ദാസനായ കാലേബോ, അവൻ വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും അവൻ പോയിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഓൾറെഡി യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. 2 മോശയും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പോയി ആ യോശുവയുടെ അടുക്ക പോകുന്ന കാലേബിൻ്റെ വലിയ ചിത്രം അവിടെ കാണിക്കുന്നു. അവർ നോക്കണം, ഏതാണ്ട് ഒരു സമപ്രായക്കാരാണ്. അവരൊന്നിച്ച് തോളോട് ചേർന്ന് എന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റുകാരുടെ കൂട്ടത്തിൽ പോയതാണ്. അവരുടെ പ്രായവും എല്ലാം സെയിമാണ്. പക്ഷേ ആത്മീയ നേതൃത്വം അന്ന് ശരിക്കും പറഞ്ഞാൽ യഹോവയായ ദൈവം കാലേബിനെയാണ് കൂടുതൽ അനുമോദിക്കുന്നത്. കാലേബിനെ പറ്റി അവിടെ കൂടുതൽ പറഞ്ഞത്, അവൻ വ്യത്യസ്തമായൊരു ദാസനെന്ന്. പക്ഷേ ആത്മീയ നേതൃത്വം വന്നപ്പോൾ മോശയ്ക്ക് പകരം ദൈവം തിരഞ്ഞെടുത്തത് യോശുവയ. ആ ആത്മീയ നേതൃത്വത്തിന് മുമ്പിൽ പൂർണ്ണമായും സറണ്ടർ ചെയ്യുന്ന ഒരു കാലേബിനെയാണ് നമുക്കവിടെ വരച്ച് കാണിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിശ്വാസത്തിൽ ആത്മീയ നേതൃത്വത്തിന് എത്രമാത്രം നമ്മൾ കീഴ്പ്പെടണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പഴയ നിയമത്തിലെ ഒരു ദാസൻ 5 പുസ്തകമേ ഉള്ളൂ കയ്യിൽ. ഇന്ന് നമുക്ക് 66 പുസ്തകമുണ്ട്. എത്രമാത്രം സഭയിൽ ദൈവം ആരെ ആക്കിയിരിക്കട്ടോ, ആരെങ്കിലും ആകട്ടെ, അവർക്ക് കീഴ്പ്പെടുന്ന ഒരു കാലേബിൻ്റെ ചിത്രം. ഇപ്പോൾ ചോദിച്ചാൽ പറയും, ഞങ്ങളൊക്കെ ഇവിടെ കർത്താവിൻ്റെ ദാസന് വളരെ കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ കാണുമ്പോൾ കർത്താവിൻ്റെ ദാസനെ കാണുമ്പോൾ വളരെ ഭൗതികതയാണ്. താഴെ ഒരു കാർ പാർക്കുണ്ട്. അവിടെ ഒരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട്. കാറിടാൻ വരുമ്പോൾ ആ മനുഷ്യനെ കണ്ടുമണിപ്പിച്ച് കാണിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ? ആ മനുഷ്യനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ആത്മീയ നേതൃത്വമാണ്. ആ ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെടുന്നതാണ് അവിടെ കാണുന്നത്. അത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അത് കഴിഞ്ഞിട്ട് മേളോട്ട് കയറി വരും. ഇവിടെ കയറി വരുമ്പം ഈ കേശവനെ പോലെയുള്ള ചില അക്ഷേസുണ്ട്, ഇവിടെ ലേഡീസുണ്ട്. അവർ പറയും, സഹോദരി ഒന്നകത്തോട്ട് കയറിയിരിക്കുക. അവരെ ഒരു മുഴപ്പിച്ചൊരു നോട്ടമുണ്ട്. പറ, നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടാത്തവർക്കും നിങ്ങളാരും ഇത് ചെയ്തിട്ടില്ല, ഞാൻ ഏതായാലും ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, അത് ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു മീറ്റിങ്ങാണ്. കഴിഞ്ഞ ആഴ്ച പങ്കെടുക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ബ്രദറെ, താങ്കൾ പോകുന്ന ചർച്ച എനിക്കറിയാം, അവിടുത്തെ ദേവദാസനെ എനിക്കറിയാം. പ്രാക്ടിക്കലായി വേദപുസ്തകം പഠിപ്പിക്കുന്ന വളരെ കുറച്ച് പേരുടെ കൂട്ടത്തിൽ ഒരാളാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ ലജ്ജിച്ചു. കാരണം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പാസ്റ്ററുടെ കീഴിൽ ഇംപ്രാക്ടിക്കലായിട്ടൊരു മനുഷ്യനായിട്ടാണ് ഞാൻ ചർച്ചയിലിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, കാലേബ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ആത്മീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ നിന്ന്. അവിടെ ചെന്ന് ചോദിക്കുക, യഹോവ പറഞ്ഞിട്ടുണ്ട്, മോശയും പറഞ്ഞിട്ടുണ്ട്, അതിനെക്കാട്ടി വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും നീ ഇവിടെ അനുവദിക്കണം. യോശുവ പറയുക അത് എടുത്തോളാൻ. അവിടെ വെച്ചൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 14:6 മുതൽ 12 വരെ. യോശുവ 14:6 മുതൽ 12 വരെ. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്ന് കെനിസ്യനായ യെഫൂന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്,
യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർണേൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർണേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവിട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. യഹോവ അന്ന് കൽപ്പിച്ച ഈ മല എനിക്ക് തരിക. അനാക്യരോടുണ്ട്. എനിക്ക് ഇന്ന് 85 വയസ്സുണ്ട്. പക്ഷേ അത് പിടിക്കാനുള്ള കഴിവ് യഹോവ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നാളുകളിൽ ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെ മുമ്പിൽ യഹോവ ചില പർവ്വതങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ പേര് വെച്ചിട്ടുണ്ട്. യഹോവ ആ പട്ടണം നമുക്ക് തരണമെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാമോ, കർത്താവേ ഈ മല എനിക്ക് തരിക. ഇവിടെ ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ പേര് അത് വേറൊരു പേരായിരുന്നു. അത് ആ പേര് മാറിയിട്ട് അതിന് ഹെബ്രോൻ എന്ന പേരുണ്ട്. ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൂട്ടായ്മയുടെ സ്ഥലം. ഇവിടെ കാലേബ് ചോദിക്കുന്നത്, എനിക്ക് ആ കൂട്ടായ്മയുടെ സ്ഥലം വേണം. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. പക്ഷേ ആ തടസ്സങ്ങളെ വെക്കുവാൻ ഇതാ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുക. 45 നീണ്ട വർഷം ആ മനുഷ്യൻ മുറുകെ പിടിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാനം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വാപിതപ്പെട്ടേ. കർത്താവ് തന്ന ഏതെങ്കിലും വാഗ്ദാനം, കർത്താവ് തന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ മുറുകെ പിടിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ. കാലേബിനെ നോക്ക്, 5 പുസ്തകമേ വായിച്ചിട്ടൊന്നുമില്ല ശരിയായിട്ട്. ആ മനുഷ്യൻ ആ വേറൊരു ആത്മാവുള്ളവനായി കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് എത്രമാത്രം നിൽക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അവനെ അവിടെ എത്തിച്ചത് വിശ്വാസമാണ്. നമുക്കറിയാം, റാഹാബ് എന്ന ഒരു ലേഡി, അവർ ദൈവത്തെ കണ്ടിട്ടില്ല, അവർ മന്ന പൊഴിഞ്ഞ് കണ്ടില്ല, അവർ തീക്കൽപ്പാറ കണ്ടില്ല, അവർ മേഘസ്തംഭം കണ്ടില്ല, അഗ്നിസ്തംഭം കണ്ടില്ല, അവർ ദൈവത്തിൻ്റെ ചെങ്കടൽ പിളർന്ന് കണ്ടില്ല, ഒന്നും കണ്ടില്ല. അവിടെ അവസാനമായപ്പോൾ അവർ രണ്ടാമത്തെ പ്രാവശ്യം അവർ 40 വർഷം കഴിഞ്ഞപ്പോൾ 2 ഒറ്റുകാരെ അയക്കുക. ആ 2 ഒറ്റുകാർ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ റാഹാബ് എന്ന വേശ്യ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ കിളിവാതിൽ വഴി ഇറക്കുന്നു. ആ സമയത്ത് ആ ലേഡി അവരോട് പറയുന്നൊരു വാചകം, യോശുവയുടെ പുസ്തകം 2:9. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അക്കരെ നിൽക്കുന്നേ ഉള്ളൂ. ജനം മുഴുവൻ അക്കരെ. ഇക്കരെ നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ടില്ലാത്ത, ദൈവിക സ്നേഹം അറിയാത്ത, അല്ലെന്നുണ്ടെങ്കിൽ മന്ന കഴിക്കാത്ത, അല്ലെങ്കിൽ യാതൊരു ദൈവത്തിൻ്റെ വെളിപ്പാടുകളും കിട്ടാത്ത ആ ലേഡിക്ക് കിട്ടിയ വെളിപ്പാട് അവർ പറയാ, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ വിശ്വാസം അവളെ എവിടെ കൊണ്ടെത്തിച്ചെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കൊണ്ടെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കണ്ടവരെന്തിയെ മുഴുവൻ പട്ടുപോയി. ഈ 2 പേരൊഴിച്ച് ബാക്കി വിശ്വാസത്തിൽ ഇറങ്ങിയവർ മുഴുവൻ പട്ടുപോയി. ഞാനും നിങ്ങളും ഒന്നോർത്തോണം. അന്ത്യനാളിൽ നമുക്കറിയാം, യൂക്കോസിന്റെ സുവിശേഷം 13:29 എഴുതിയിട്ടുണ്ട്, കിഴക്കുമെന്നും പടിഞ്ഞാറുനിന്നും തെക്കുമെന്നും വടക്കുമെന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിരിക്കും. നമ്മളെ കാണത്തില്ല, വെളിയിലാക്കും. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസ ജീവിതം. കാലേബ് അവിടെ വിശ്വാസത്തോടെ പറയുക, ഈ മല എനിക്ക് തരിക. ഫിലിപ്പിയ ലേഖനം 4:13 ഇങ്ങനെ പറയുക. ഫിലിപ്പിയർ 4:13,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എൻ്റെ ബലമല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അങ്ങനെയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ചോദിച്ച് പറയാമോ പ്രിയപ്പെട്ടവരെ, ഈ പർവ്വതം എനിക്ക് തരിക, കർത്താവെ എനിക്ക് വെച്ചിരിക്കുന്ന ശുശ്രൂഷ എനിക്ക് തരിക. കാലേബിനെ പോലെ എത്ര പ്രാവശ്യം നമുക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ? 2 കൊരിന്ത്യർ 4:16 പറയുക. 2 കൊരിന്ത്യർ 4:16 നമുക്കറിയാം, ആ വർഷങ്ങളോളം വർഷം കഴിഞ്ഞു, 45 നീണ്ട വർഷം കഴിഞ്ഞു. അകത്തെ മനുഷ്യൻ ക്ഷയിച്ചില്ല. ഒരുപക്ഷെ പുറമേ ഉള്ള എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇത് പോയി കാണും, പക്ഷേ അകമേ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരുന്നു. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നു, പുതുക്കം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കാലം നമുക്ക് പറയാമോ, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നെങ്കിൽ കർത്താവ് കാണിച്ച, കർത്താവ് എനിക്ക് വേണ്ടി ഒഴുക്കിയ ആ മലകൾ ഞാൻ നേടും. സങ്കീർത്തനം 92 വരുമ്പോൾ നമുക്കറിയാം, സങ്കീർത്തനം 92 12 മുതൽ 14 വരെ, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടോരിയാവൻ നമ്മുടെ ദൈവത്തിൻ്റെ പ്രകാരങ്ങൾ തഴയ്ക്കും, വാർഗ്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. വാർഗ്യത്തിൽ ഫലം കായ്ക്കും, നീതിമാൻ പന പോലെ തളുക്കും. ഒരു വലിയ സ്റ്റഡിയാണ്. ആ പന പോലെ തളുക്കുമ്പോൾ, ആ പനയെപ്പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളോട് പറയാനുണ്ട്. ആ പന നിൽക്കുന്നത് ഭൂമിയിൽ, പക്ഷേ അതിൻ്റെ വളർച്ച ഉയരങ്ങളിലേക്ക്. പന 30ാമത്തെ വർഷത്തിൽ കായ്ക്കും. 2 ഗാലനോ 2.5 ഗാലനോ കിട്ടുകയുള്ളൂ, പക്ഷേ മധുരമുണ്ട്. പക്ഷേ 200 വർഷമാകുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ഫലം കിട്ടും. രണ്ടാമത് അതിൻ്റെ മധുരം ഇരട്ടിയിലും അധികമാവും. 900 വർഷം വരെ പോകും. എത്രമാത്രം വർഷം കൂടുന്നോ അത്രമാത്രം അതിൻ്റെ ഫലത്തിൻ്റെ മധുരം കൂടിക്കൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ? 85ാമത്തെ വയസ്സിലൊരു മനുഷ്യൻ പറയുക, ആ മല എനിക്ക് വേണം, എനിക്ക് കൂട്ടായ്മയുടെ മല വേണം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വില കൊടുക്കാൻ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? വേറെ ഒന്നും ഇല്ലഞ്ഞിട്ടല്ല, അനാക്യമല്ലന്മാരുണ്ട്. 3 അനാക്യമല്ലന്മാരുടെ കഥയോടെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ 3 അനാക്യന്മാർ നമ്മുടെ ജീവിതത്തിൽ എന്താ? ലോകം, ജഡം, പിശാച്. ലോകമയമായുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ജഡം നമ്മളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിശാചിന് അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ, പക്ഷേ ദൈവം അനുവാദം കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെബ്രോൻ മല എനിക്ക് വേണമെന്നൊന്ന് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ദൈവസ്ഥാനത്തിലേക്കൊന്ന് വരാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? യെശയ്യാവ് 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനിയൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നരയ്ക്കുവോളം ഞാൻ ചുമക്കുമെന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തനാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എഴുത മലകളെ ഒന്ന് ചോദിച്ചു പഠിക്കാമോ പ്രിയപ്പെട്ടവരെ? 2 കൊരിന്ത്യർ 2:14 ഇങ്ങനെ എഴുതിയിരിക്കുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൽ വാസന ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പോകാമോ പ്രിയപ്പെട്ടവരെ? God has a plan for us. കീർത്തനം 139:16 എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെപ്പറ്റി വ്യക്തമായ ബ്ലൂ പ്രിൻ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെപ്പറ്റിയുള്ള ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ 130-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. സങ്കീർത്തനം 131:16. സങ്കീർത്തനം 139:16. ഞാൻ പിണ്ടമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ പിണ്ടമായിരുന്നപ്പോൾ, നമ്മുടെ അമ്മയുടെ ഉരത്തിൽ നമ്മൾ കിടന്നപ്പോൾ തന്നെ കർത്താവ് ഒരു സ്മരണയുടെ പുസ്തകം നമുക്ക് വേണ്ടി തുറന്നു പ്രിയപ്പെട്ടവരെ. അതിൽ
നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാളുകൾ തുടങ്ങിയത് നമ്മൾ ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ നിന്നെ പറ്റിയുള്ള ബ്ലൂ പ്രിൻ്റ് എഴുതിയിട്ടുണ്ട്. അവസാന നാളിൽ പ്രതിഫലം വാങ്ങിക്കുന്ന സമയത്ത് ഈ ബ്ലൂ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് പറയും, ഇതായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി കരുതിയത്, ഇതായിരുന്നു ഞാൻ നിനക്ക് വേണ്ടിയൊക്കെ പദ്ധതികൾ, പക്ഷേ നീ ചെയ്തത് ഇതാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജയോടെ നമുക്ക് നിൽക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതിനൊരു പുസ്തകമുണ്ട്, നമ്മളെപ്പറ്റി എഴുതിയ ബ്ലൂ പ്രിൻ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ചില മലകളുടെ മേൽ നമ്മളുടെ പേരെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ചില ശുശ്രൂഷകളുടെ മേൽ നമ്മളുടെ പേരെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ചില ഏറിയ ആളുടെ മേൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രമാത്രം നമുക്ക് ചോദിക്കാം, കർത്താവേ എനിക്കത് തരാൻ കഴിയുമോ? ആർ വി കാഷ്വൽ ക്രിസ്ത്യൻസ്? ഞായറാഴ്ച ക്രിസ്ത്യാനിയാണോ ഞാനും നിങ്ങളും? ഞായറാഴ്ച ക്രിസ്ത്യാനി ഞായറാഴ്ച വന്ന് സുഖമായി ആരാധിച്ചിട്ട് മടങ്ങിപ്പോകാം. ദർ ഇസ് നോ കമ്മിറ്റ്മെൻറ്റ്സ്. എടുത്ത വചനം വെളിപാട് പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, യെരുശലേം ദേവാലയം അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെയും 3 പാർട്ടുണ്ട്. ഫസ്റ്റ് കയറി വരുന്ന പാർട്ടാണ് പ്രാകാരം. അവിടെ എല്ലാവർക്കും വരാം. എൻ്റെ ആലയമോ സകല ജാതികൾക്കുമുള്ള ആലയമാണെന്ന് പറയുന്നത് ആ പ്രാകാരത്തെ പറ്റിയാണ്. യഹൂദനും വന്ന് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് വേണം അകത്തോട്ട് കയറാൻ. പക്ഷേ പ്രാകാരത്തിൽ എന്തെല്ലാം ഉണ്ട്? അവിടെ യാഗപീഠമുണ്ട്, സ്നാനത്തൊട്ടിയുണ്ട്, അല്ലെങ്കിൽ കൈ കഴുകുന്ന തൊട്ടിയുണ്ട്. പ്രാകാരത്തിൽ വരാം, യാഗം കഴിക്കാം, അന്യഭാഷ പറയാം, തുള്ളിച്ചാടാം, സ്നാനപ്പെടാം, അവിടെ നിന്ന് മടങ്ങിപ്പോകാം. നോ കമ്മിറ്റ്മെൻറ്റ്സ്. പക്ഷേ യഹൂദന് മാത്രം അവിടുന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് അകത്തോട്ട് കയറിയേ പറ്റൂ. അവിടെ വിശുദ്ധ സ്ഥലമുണ്ട്. ആ വിശുദ്ധ സ്ഥലത്ത് എന്താ ഉള്ളതെന്നറിയാമോ? റൈറ്റ് സൈഡിൽ കാഴ്ചയപ്പം ദൈവവചനത്തെ കുറിക്കുന്നു, അത് ഭക്ഷിക്കണം. ലെഫ്റ്റ് സൈഡിൽ ധൂപപീഠം, അത് പ്രാർത്ഥനയെ കുറിക്കുന്നു. അതിന് രണ്ടിനും വില കൊടുക്കണം. വില കൊടുത്തവന് പ്രാകാരത്തിൽ നിന്ന് അകത്തോട്ട് കയറാം. അവിടെ നിന്ന് വില കൊടുത്തു കഴിയുമ്പോൾ അവന് ദൈവത്തിൻ്റെ സിംഹാസനം അല്ലെ പെട്ടകം ഇരിക്കുന്നിടത്ത് പോകാം. പഴയ നിയമത്തിൽ പെട്ടകം ഇരിക്കുന്നിടത്തോടെ 1 വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് എപ്പം വേണേലും അകത്തോട്ട് കയറാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുവിലാവിലെ രക്തമൂറ്റി തന്ന് നമുക്കതിനുള്ള വാതിൽ തുറന്നു തന്നു. പക്ഷെ ഒന്നുണ്ട്, ദൈവം വഴി തുറന്നു തന്നതേ ഉള്ളൂ, കൈ പിടിച്ചുകൊണ്ട് പോകത്തില്ല. അത് നമ്മുടെ ജോലിയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധവും അവിടെയാണ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ. എവിടെയാണ് ഈ കാലേബ് ചോദിച്ചത്, എനിക്ക് കൂട്ടായ്മ വേണം, കൂട്ടായ്മയ്ക്ക് നിനക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, കൂട്ടായ്മയ്ക്ക് നിനക്കൊരു സാക്രിഫൈസ് വേണം, കൂട്ടായ്മയ്ക്ക് നിനക്ക് ചില ത്യാഗങ്ങൾ ശ്രമിക്കേണ്ടി വരും. അല്ലാത്തവർക്ക് ഞായറാഴ്ച വന്ന് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് അന്യഭാഷ പറയാം, തുള്ളിച്ചാടാം, കത്തുമേശ എടുക്കാം, എല്ലാം കഴിഞ്ഞ് മടങ്ങി വരാം. നോ കമ്മിറ്റ്മെൻറ്റ്സ്. പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. പ്രാകാരത്തിൽ നിൽക്കുന്ന നാമമാത്രമായ ക്രിസ്ത്യാനിയെ അളക്കണ്ട. അവൻ എൻ്റെ പത്തായത്തിനകത്തോട്ട് പോകാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. അറിയാമോ, കൊയ്ത്ത് വരുമ്പോൾ നെല്ല് എടുത്തിട്ട് തലയുടെ മേളിൽ കൂടി താഴോട്ടിടും. എന്നിട്ട് 2 സൈഡിൽ നിന്ന് മുറം വെച്ച് വീശും. പതിരുമാറും നെല്ല് പറയ്ക്കളന്ന് അത് യജമാനൻ്റെ പത്തായത്തിനകത്തോട്ട് പോകും. പക്ഷേ പതിരളക്കത്തില്ല. പതിരെങ്ങോട്ടാ പോകുന്നറിയാമോ? അങ്ങോട്ട് മാറി കത്തിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആലയത്തിൻ്റെ പ്രാകാരം അളക്കണ്ട. ആ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ പോകുന്ന ക്രിസ്ത്യാനിയെ അളക്കണ്ട എന്ന് ദൈവവചനം വ്യക്തമായി സംസാരിക്കുന്നു. താഴോട്ട് വരാം. യെശയ്യാവ് 1:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഐസായ ചാപ്റ്റർ 1 വേഴ്സ് 11-13. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.
മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചതാർ? പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യാഗങ്ങൾ 1000 കോലാട്ടുകളും 1000 സ്തുതിയും സ്തോത്രം. ഇപ്പോഴാണെങ്കിൽ ഒരു ചിലവുമില്ല. പണ്ടാണെങ്കിൽ ചിലവെങ്കിലും ഉണ്ട്. ഇന്ന് സ്തോത്രം പറഞ്ഞ് യാഗവും കഴിച്ചിട്ട് ആ കർത്താവിൻ്റെ മേശയിലൊക്കെ പങ്കാളിയായി മടങ്ങിപ്പോകാം. നിന്നോട് എൻ്റെ പ്രാകാരത്തിൽ വന്ന് ഇത് ചെയ്യുവാൻ ആര് പറഞ്ഞു? ദൈവം ചോദിക്കുക, എൻ്റെ പ്രാകാരം ചവിട്ടുവാൻ നീ എന്നോട് ആര് പറഞ്ഞു? താഴോട്ട് വരുമ്പോൾ ഉണ്ട്, നമുക്ക് വായിക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നത്, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. പ്രാകാരത്തിൽ വരുന്ന് തിരിഞ്ഞു പോകുന്ന വിശ്വാസി, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയല്ല. ലോർഡ് നീഡ്സ് യുവർ കമ്മിറ്റ്മെൻറ്റ്സ്. ഇനിയുമുണ്ടോ? സങ്കീർത്തനം 50-5 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനം 50-5. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സാക്രിഫിഷ്യലായി എന്നോട് കമ്മിറ്റ്മെൻ്റായ വിശുദ്ധന്മാരെ വിളിക്കുന്ന, കമ്മിറ്റഡും സാക്രിഫൈസും ഇല്ലാതെ ഉള്ള വിശുദ്ധന്മാരെ എൻ്റെ മുമ്പിലേക്ക് വിളിക്കണ്ട. കർത്താവ് കമ്മിറ്റഡായിട്ടുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത്. പ്രാകാരത്തിൽ നിൽക്കുന്ന പ്രാകാര ക്രിസ്ത്യാനെ കർത്താവ് അളക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൽ പറയുന്നു, നിങ്ങളെൻ്റെ പ്രാകാരം ചവിട്ടുവാൻ ഞാൻ എന്നോട് ചോദിച്ചതാ. വീണ്ടും ചെയ്യുന്നു, എന്നോട് കമ്മിറ്റ് ചെയ്ത് സാക്രിഫൈസായ ആൾക്കാരെ വിളിപ്പീൻ, അല്ലാത്തവരെ പറഞ്ഞു വിടുവീൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെക്കാരൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആർ യു കമ്മിറ്റഡ്? ത്യാഗത്തോടെ സാക്രിഫിഷ്യലോടെ ദൈവസന്നിധി വരുന്നവരാണോ നമ്മൾ? അതോ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണോ? ആരെയും കുറ്റം വിധിക്കാനൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ബലപ്പെടുത്താൻ മാത്രമാണ് ഞാനിത് എഴുതിയത്. കണ്ണുനീരോടെയാണ്. നമ്മളൊക്കെ ചോദിക്കും, കർത്താവേ ഞാൻ വീണുപോയില്ലേ പല പ്രാവശ്യം? കർത്താവേ എനിക്കതിനുള്ള ബലമില്ല, കർത്താവേ എനിക്കതിനുള്ള ശക്തിയില്ല, ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചതാ. ഈ പുസ്തകം എന്താ പറയുന്നതെന്ന് അറിയാമോ? വീണുപോയ മനുഷ്യനെ റീസ്റ്റോർ ചെയ്യുന്നൊരു പുസ്തകമായത്. ദൈവം റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. നമുക്കങ്ങനെ ഒഴിഞ്ഞു പറയാൻ അവകാശമില്ല പ്രിയപ്പെട്ടവർ. ഈ പുസ്തകത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടാണ്. എന്താ? ഉൽപ്പത്തി പുസ്തകം 1:1 എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ വാചകത്തിൽ വരുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ബില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ ഫസ്റ്റ് വാചകവും രണ്ടാം വാചകവും തമ്മിൽ. ദൈവം ഒരു പർപ്പസിന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷേ ആ പർപ്പസിൽ നിന്നും ഭൂമി മാറിപ്പോയി. അപ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് മാറിയ ഭൂമിയാണ് ഇന്ന് മനോഹരമായ ഭൂമി. ചവിട്ടിക്കളയത്തില്ല പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് ഭൂമിയെ ഉണ്ടാക്കിയത്? ഒറ്റ വാക്കിനാൽ. ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഭൂമി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന് അത് കത്തിച്ചു കളഞ്ഞേച്ച് ഒരു ഭൂമി പുതിയതുണ്ടാക്കാൻ ഒരു പ്രയാസമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം ചവിട്ടിക്കളയുന്ന ദൈവമല്ല, റീസ്റ്റോർ ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നമ്മളാരും പാഴും ശൂന്യവും അല്ല പ്രിയപ്പെട്ടവർ. നമ്മളാരും വലിയ വേസ്റ്റൊന്നുമല്ല. അത് മറ്റിടത്തേക്കുന്ന വേസ്റ്റ് എന്നാണ്. ആ വേസ്റ്റായൊരു ഭൂമി നമ്മളാന്ന് അത് പാഴ്വേലേക്ക് പോകണ്ട, കളഞ്ഞേക്കാൻ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ കളയുന്നവനല്ല നമ്മുടെ ദൈവം. ആ ദൈവം എന്തോ ചെയ്തു? ആ ഭൂമിയെ റീസ്റ്റോർ ചെയ്തെങ്കിൽ എവിടെ വീണിട്ടുണ്ടെങ്കിലും റീസ്റ്റോർ ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനാണ് പ്രിയത്തിലെ. ചതഞ്ഞ ഓട ഞാൻ ഒടിച്ചു കളയത്തില്ല, പോയെന്ന ഗിരി ഞാൻ കെടുത്തി കളയത്തില്ല. അങ്ങനെയാണെങ്കിൽ ബലത്തോടെ നിൽക്കാമോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിലും കർത്താവേ എന്നെ റീസ്റ്റോർ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറയാമോ പ്രിയപ്പെട്ടവർ?
30 ക്ലസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഈ 30 ക്ലസ്റ്റേഴ്സ് കർത്താവ് എന്തിനാക്കിയിരിക്കുന്നറിയാമോ? 30 വാച്ച് ടവേഴ്സായി, 30 പ്രാർത്ഥനാ ഗോപുരങ്ങളായി. കർത്താവ് ഇന്ന് ആളുകൾ പറയുക, എൻ്റെ ഈ 30 ക്ലസ്റ്റേഴ്സ് അവർ പ്രാർത്ഥനാ ഗോപുരങ്ങളാകട്ടെ. നിങ്ങളുടെ ചുറ്റിനുമുള്ള 2-3 വാർഡിനെ അവകാശം പറഞ്ഞ് ചോദിക്കാമോ? സങ്കീർത്തനം 2:8 വരാം. നമ്മളെ ദൈവം ഈ പട്ടണത്തിലാക്കിയത് എന്തിനാണെന്നറിയാമോ? ഈ പട്ടണം പിടിച്ചടക്കാൻ. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനം 2:8 വായിക്കാം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരും. ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്ത, പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഒന്ന് ചോദിക്കാമോ? വീണ്ടും യോശുവ 1:3 വരാം. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ സമയത്ത് അവർ യോർദാൻ കടന്നിട്ടില്ല. അപ്പോൾ മോശയോട് പറയുക, നിങ്ങൾ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമ്മൾ ചവിട്ടിയ ഉള്ളംകാൽ വെച്ച സ്ഥലം, അത് ശാസ്തമംഗലമാണെങ്കിൽ ശാസ്തമംഗലം, കേശവാസ്പുരമാണെങ്കിൽ കേശവാരം, മുക്കോലയാണെങ്കിൽ മുക്കോല. ചോദിക്കാമോ? എൻ്റെ ഉള്ളംകാൽ ചവിട്ടിയ സ്ഥലം കർത്താവേ എനിക്ക് നീ അവകാശമായി തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവകാശം പറഞ്ഞ് ചോദിക്കുന്നു. ദൈവവചനത്തിൽ വചനമുണ്ടോ? ചോദിച്ചു, എന്നോട് ചോദിച്ചു കൊള്ളുക. യേശു ക്രിസ്തുവിന് കൊടുത്ത അവകാശം ഇതാ. പക്ഷേ നമുക്ക് വാഗ്ദാനമുണ്ട്, പ്രിയപ്പെട്ടവരെ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അതികളെ തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റിനുമുള്ള ചില ചില സ്ഥലങ്ങളെ നമുക്കൊന്ന് അവകാശം പറഞ്ഞ് ചോദിക്കാമോ, പ്രിയപ്പെട്ടവരെ? ഞാനിത് പറയുമ്പോൾ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു, വളരെ ക്ലിയറായി. നിങ്ങൾക്കെല്ലാം ഉണ്ട് ആത്മീയ നേതൃത്വം, നിങ്ങൾക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നല്ല മീഡിയ ടീം, നിങ്ങൾക്ക് വർഷിപ്പ് ടീം എല്ലാം ഉണ്ട്. ബട്ട് യു ലാക്ക് ഇൻ വൺ തിങ്, ദാറ്റ് ഈസ് ഇൻ പ്രെയർ. പ്രെയർ എന്ന് വെച്ചാൽ സാധാരണ ഒരു പ്രെയർ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനാ പോരാളികൾ ദൈവത്തിന് ആവശ്യമുണ്ട്, പ്രിയപ്പെട്ടവരെ. ചില ദെബോറമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്, ചില കാലേബുമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്, പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും, പ്രിയപ്പെട്ടവരെ? ജോൺ നോക്സ് എന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, കർത്താവേ ഗീവ് മീ സ്കോട്ട്ലൻഡ്, അതർവൈസ് ഐ വിൽ ഡൈ. എനിക്ക് സ്കോട്ട്ലൻഡ് വേണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അന്നത്തെ സ്കോട്ട്ലൻഡ് രാജ്ഞിയായിരുന്ന ക്വീൻ മേരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 10,000 യോദ്ധാക്കൾ വാളുമായി നിന്നാലും ഞാൻ ഭയക്കത്തില്ല, പക്ഷേ ജോൺ നോക്സിൻ്റെ മടങ്ങിയ മുട്ട് കാണുമ്പോൾ ഞാൻ വിറയ്ക്കുന്നുവെന്ന്. നമ്മുടെ മുട്ട് കണ്ട് വിറയ്ക്കണം, പ്രിയപ്പെട്ടവരെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ അങ്ങനെ ചോദിച്ചൊറ്റ ചോദ്യം, ലോർഡ് ഗിവ് മീ ആഫ്രിക്ക. അദ്ദേഹത്തിന് ആഫ്രിക്ക കൊടുത്തു. ജോൺ നോക്സിന് സ്കോട്ട്ലൻഡ് കൊടുത്തു. ജെയിംസ് ഹട്ട്ലർ ടൈലർ ചോദിച്ചു, കർത്താവേ ഐ വോണ്ട് ചൈന. ചൈനയുടെ ആദ്യത്തെ മിഷണറി പ്രസ്ഥാനം തുടങ്ങുവാൻ സകലതും, ഇംഗ്ലണ്ടിലുള്ള സകലതും ഉപേക്ഷിച്ച് പോയ ജെയിംസ് ഹട്ട്ലർ ടൈലർ, അദ്ദേഹത്തിന് ദൈവം ചൈന കൊടുത്തു. ഒരു മനുഷ്യൻ ചെരുപ്പൂത്തിയായിരുന്നു ഇംഗ്ലണ്ടിൽ, അറിയാം നിങ്ങൾക്ക്, വില്യം കേറി. ആ മനുഷ്യൻ ചോക്ക് വെച്ച് ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് അതേ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ത്യ എനിക്ക് വേണം. അവസാനം ഇന്ത്യയിലേക്ക് വണ്ടി കയറി. ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ കിടന്ന ഒരു മനുഷ്യൻ്റെ വായിലേക്ക്, അല്ല ഹൃദയത്തിലേക്ക് ദൈവം ഒരു ചിന്ത കൊടുക്കുമെന്ന്? ദൈവം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന സുവിശേഷകരോടും സീനിയർ പാസ്റ്റർമാരോടും എല്ലാം പറഞ്ഞു. അവരാരും കേൾക്കാഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തി. ദൈവം തൻ്റെ പദ്ധതി നടത്തിയിരിക്കും, പ്രിയപ്പെട്ടവരെ. എനിക്കും നിനക്കും വേണ്ടി ഒരിക്കൽ പദ്ധതി ഞാനും നിങ്ങളും ചെയ്തില്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടു ചെയ്യും. അങ്ങനെ ചെയ്ത വേറൊരു ചരിത്രം എനിക്കറിയാം. ഒരു ലേഡി, ബെൽജിയംകാരൊരു ലേഡി ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പ് ഞാൻ അവരെ കെട്ടിപ്പോയതാണ്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇന്ത്യയിലെ സെൻട്രൽ ട്രാവൻകൂറിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരോട് വന്നു. അവരൊരു സുവിശേഷ വല്ലതും ചെയ്തില്ല, അവരൊരു ട്രാക്റ്റും കൊടുത്തില്ല, അവരൊരു ബൈബിളും വിതരണം ചെയ്തില്ല. പക്ഷേ അന്ന് ഞാൻ കേൾക്കുമ്പോൾ നീണ്ട 20 വർഷം അദ്ദേഹം ആ സ്ത്രീ ലേഡി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അദ്ദേഹം പുള്ളിക്കാരി പറഞ്ഞ് വേറെ ആൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ പത്തനംതിട്ടക്കാരനാണ് പാസ്റ്ററാ. ഞാൻ ഈ ലേഡിയുടെ കൈ നീട്ടപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ്, പന്തളം ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ ലേഡി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ്, എൻ്റെ വീട്ടിൽ നിന്ന് 18 കിലോമീറ്ററേ ഉള്ളൂ, ഒരിക്കൽ പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്ന്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, തോന്നാമെന്നുമല്ല, എന്നോടും എന്നെപ്പോലുള്ള അനേകം കേരളത്തിലെ ദൈവമക്കളോടും ദൈവം പറഞ്ഞു കാണും. അവർ കേൾക്കാത്തപ്പോൾ ബെൽജിയത്തിൽ നിന്ന് ഒരു ലേഡിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. മറക്കല്ലേ, പത്തനംതിട്ടയും പന്തളവും റാന്നിയും എരുമേലിയും ഒന്നും അറിയാത്ത സ്ത്രീ ഇവിടെ എല്ലാം പോയിന്ന് പ്രാർത്ഥിക്കാൻ ബെൽജിയത്തിൽ നിന്ന് ഒരു ദൈവദാസിയെ കൊണ്ടുവന്നെങ്കിൽ ലജ്ജിക്കണമോ പ്രിയപ്പെട്ടവരെ? എൻ്റെയും നിൻ്റെയും പേരിലെഴുതിയ മലകൾ എവിടെയാ? ഒന്ന് ചോദിക്കാമോ കർത്താവിനോട്, കർത്താവേ, എൻ്റെ പേരിലെഴുതിയ മലകൾ എനിക്കൊന്ന് തരുമോ? ഈ പട്ടണം പിടിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വേണം പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പോരുന്നതിന് മുമ്പ് കുറേ നാളുകൾ 2:30 വിളിച്ചോണ്ട്, കർത്താവേ 2:30 ആയതേ ഉള്ളൂ, ഞാൻ എന്തിനാണ് ഇപ്പോഴേ ഉള്ളിക്കുന്നത്? എനിക്കറിയാം ഉറക്കത്തില്ല, 2:30, 3:30 വരെയൊക്കെ കിടക്കും. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എന്ത് പ്രാർത്ഥിക്കും, അതും മാസങ്ങളോളം. പക്ഷേ ഒന്നും വേണ്ട, 3-3.5 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചിവിടെ വന്ന് ഞാൻ പോയി ഇത് എഴുതിക്കൊണ്ട് ഭർത്താവ് പറഞ്ഞു, കം ബാക്ക് ടു ദാറ്റ്. എത്ര പേർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവം തന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ആ ദേശം മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടണം. അതുവരെ അത് കാണും. നിങ്ങൾക്കറിയാമോ, ജോർജ് മുള്ളർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാവീരനായ മനുഷ്യൻ, അദ്ദേഹം എന്നും പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ കുറച്ച് അനാഥാലയമുണ്ട്, അവിടെയുള്ള പിള്ളേർക്ക് ഭക്ഷണം കിട്ടാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ഭക്ഷണം കിട്ടും. പക്ഷേ 2 ആത്മാക്കൾക്ക് വേണ്ടി നീണ്ട 50 വർഷം പ്രാർത്ഥിച്ചു. 50 വർഷത്തിന് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരാൾ മാനസാന്തരപ്പെട്ടു, ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാനസാന്തരപ്പെട്ടു. ആ മനുഷ്യൻ നീണ്ട 50 വർഷം പിടിച്ച ഒരൊറ്റ കേസുണ്ട്, കർത്താവേ എനിക്ക് 2 ആത്മാക്കളെ വേണം. അങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കാമോ, കർത്താവേ ഐ നീഡ് ദ മൗണ്ടൻസ് റിട്ടൺ മൈ നെയിം ഓൺ ഇറ്റ്. എൻ്റെ പേരിൽ എഴുതിയ കർത്താവേ ആ മലകളെ എനിക്ക് വേണമെന്ന് പറയാമോ? ഈ മലകളെ എനിക്ക് തരിക. എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്, എനിക്കതിനുള്ള ശക്തിയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെങ്കിൽ. ഈ പുതിയ നിയമത്തിലെ വാക്യം പോരായ പ്രിയപ്പെട്ടവരെ, ചില മലകൾ ചോദിക്കപ്പെടട്ടെ. ഞായറാഴ്ച ക്രിസ്ത്യാനിയാകാനല്ല വിളിച്ചത്, പ്രാകാര ക്രിസ്ത്യാനിയാകാനല്ല നമ്മളെ വിളിച്ചത്. പ്രാകാരം അളക്കാതെ വിടുവെന്നോർത്തോണം കർത്താവിൻ്റെ 10 പോകുന്നേ അളക്കത്തുള്ളൂ. ആ 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കാലം നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ഐ ലൈക്ക് ടു ഹാവ് ആക്ച്വലി ദ സ്പിരിറ്റ് ഓഫ് കാലേബിൻ്റെ ആത്മാവോടെ, ദെബോറായുടെ ആത്മാക്കളെ പോലെ. എവിടെയാ ദെബോറാക്കൾ? ഞാൻ ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? ഒരു പുരുഷൻ. ഈ പുരുഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ സെൻസിൽ എടുക്കല്ലേ, അത് ബൈബിളിലെ ലാംഗ്വേജാണ്. ദൈവം ചോദിക്കുന്ന ഒരു വ്യക്തി ഇടിവിൽ നിൽക്കാനുണ്ടോ? ഈ പട്ടണം പിടിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? മുട്ടയിൽ നിന്നുകൊണ്ട് ദൈവമേ, രാത്രി അന്ത്യാമകളിൽ കരയാൻ ഭയമുള്ള ചില ദൈവമക്കളെ ദൈവം വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? പ്രാകാര ക്രിസ്ത്യാനി ആകാല്ലേ പ്രിയപ്പെട്ടവരെ? ഒരിക്കൽ കൂടി നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യാൻ. പക്ഷെ പലപ്പോഴും എന്താണെന്നറിയാമോ, നമ്മൾ മസിൽ പിടിക്കുന്നതുകൊണ്ടാണ്. വിട്ടുകൊടുക്കാമോ? ഭൂമിയെ തിരിച്ചെടുത്തവൻ നമ്മളെ തിരിച്ചെടുക്കാൻ ശക്തനാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിൽ വസിക്കുന്നവൻ ശക്തനാണ് പ്രിയപ്പെട്ടവരെ. അതിനൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.